എല്ലാവർക്കും ഏറ്റവും വിനീതമായ നമസ്കാരം. നാഗേഷേട്ടന് സൂചിപ്പിച്ചതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ ഡോക്ടർ നെല്ലിക്കൽ മുരളീധരൻ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് കുരീപ്പുഴയുടെ തനത് രീതിയിലുള്ള ഫാസിസത്തിനെതിരെയുള്ള വരേണ്യ ബോധത്തിനെതിരെയുള്ള ശക്തമായ നിലപാടുകൾ അദ്ദേഹം അവിടെ സംസാരിക്കുകയും അതോടൊപ്പം പ്രധാനമായിട്ടും നന്ദഗോവിന്ദം ഭജൻസ് ക്രിസ്തീയ ഭക്തിഗാനം പാടിയാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്ന ചോദ്യവും അതുപോലെ തന്നെ കുംഭമേളയിലെ വൈറൽ താരമായ മോണോലിസയുടെ വിവാഹ സംബന്ധമായ പരാമർശങ്ങളും അദ്ദേഹം അവിടെ ഉയർത്തിയ സമയത്ത് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നുള്ള നിലപാട് ചിലരെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ ഈ സെക്യുലർ ഫെസ്റ്റിലും നമ്മൾ ഉയർത്തുന്ന ആശയങ്ങൾ, നിലപാടുകൾ ഒക്കെ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും യോജിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ഈ സെക്യുലറിസം നടപ്പിലാക്കുക അല്ലെങ്കിൽ സെക്യുലറിസത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് തിക്ത അനുഭവങ്ങളുണ്ടാവും. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം കേരളത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 2016 കുരീപ്പുഴ ശ്രീകുമാർ ഞങ്ങൾ 10 പേരടങ്ങുന്ന ഒരു സംഘം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തിയിട്ടുള്ള മതാതീത സാംസ്കാരിക യാത്രയും ഇത്തരം ചിന്തകളുടെ കൂട്ടിയോജിപ്പ് കൂടിയാണ് എന്ന് മാത്രം ചേർത്തുകൊണ്ട് എന്നോട് നാഗേഷേട്ടൻ ആവശ്യപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ ചാർവാകൻ എന്ന കവിത ചൊല്ലുന്നു. ചാർവാകൻ. അഗ്നിയും ഹിമവും മുഖാമുഖം കാണുന്ന സുപ്രഭാതം, പുഷ്പവും പക്ഷിയും പ്രത്യക്ഷമാവുന്ന സുപ്രഭാതം, ഉപ്പുകുമിഞ്ഞ പോലദ്രി അതിനപ്പുറം അത്തിനുന്തോം തകച്ചോടു വച്ചങ്ങനെ വിത്തിട്ടു പോകും കൃഷിസ്ഥലം, വെൺകരടി സ്വപ്നത്തിലെന്ന പോൽ ഗായത്രി ചൊല്ലുന്ന ഗർഭഗൃഹം, വൃദ്ധതാപസർ പ്രാപിച്ചു വൃത്തികേടാക്കിയ വേദക്കിടാത്തികൾ, കത്തി നിവർന്ന വിളക്ക് ചാർവാകൻ, ജടയിൽ കുരുങ്ങിയ ദർപ്പത്തുരുമ്പുകൾ പുഴയിലേക്കിട്ട് പുലർച്ചയിലേക്കിട്ട് പച്ചകെടുത്തി പുലഭ്യത്തിലേക്കിട്ട് പുച്ഛം പുരട്ടി പുരീഷത്തിലേക്കിട്ട് പരിധിയില്ലാത്ത മഹാസംശയങ്ങളാൽ പ്രകൃതിയെ ചോദ്യ ശരത്തുമ്പിൽ മുട്ടിച്ച് വിഷമക്കഷായം കൊടുത്തു വിഷക്കോള് പുറമേക്കെടുത്തെറിയുന്നു ചാർവാകൻ, ലക്ഷ്യം കുലച്ച ധനുസ് ചാർവാകൻ. സിദ്ധബൃഹസ്പതി ഉത്തരം നൽകാതെ ചക്ഷുസിനാലേ വിടത്തിയ മാനസ തൃഷ്ണാരവിന്ദം സുഗന്ധം പരത്തുന്നു. ഉൽക്കമഴയെന്ത് തീത്താരമെന്ത് ആകാശമത്ഭുത കൂടാരമായതെന്തിങ്ങനെ, എന്താണ് വായു ജലം ഭൂമി ചൈതന്യബന്ധുരമായ പദാർത്ഥ പ്രപഞ്ചകം, അന്ധതയെന്ത് തെളിച്ചമെന്ത് സ്നേഹഗന്ധികൾ കോർക്കുന്ന സ്ത്രീത്വമെന്ത്, ബീജമെന്ത് അണ്ഡമെന്ത് ഉൾക്കാടുകത്തുന്ന ഞാനെന്ത് നീയെന്ത്, പർവ്വതം സാഗരം ഭാനുപ്രകാശം ജനിമൃതി, ഇങ്ങനെ നാനാതരം കനൽ ചോദ്യങ്ങൾ പ്രജ്ഞയിൽ ലാവവർഷിക്കേ വളർന്നു ചാർവാകൻ. നേരേത് കാരണമരത്തിൻ്റെ നാരായ വേരേത്, അരുളേത് നാരേത് പൊരുളേത്, നരിയാണിയെരിയുന്ന വെയിലത്തു നിന്നു മഴയത്തിരുന്നു, മണലിൽ നടന്നിറ്റുപുരയിൽ കടന്നു, മരണക്കിടക്ക തന്നരികത്തലഞ്ഞു, അന്വേഷണത്തിൻ അനന്തയാമങ്ങളിൽ കണ്ണീരണിഞ്ഞു ചാർവാകൻ, ബോധം ചുരത്തിയ വാള് ചാർവാകൻ. ഇല്ല ദൈവം ദേവശാപങ്ങൾ മിഥ്യകൾ, ഇല്ലില്ല ജാതിമതങ്ങൾ പരേതർക്കു ചെന്നിരിക്കാനില്ല സ്വർഗവും നരകവും, ഇല്ല പരമാത്മാവുമില്ല ആത്മമോക്ഷവും, മുജ്ജന്മമില്ല
പുനർജന്മമില്ല, ഒറ്റ ജന്മം നമുക്ക് ഈ ഒറ്റ ജീവിതം. മുളകിൽ എരിവ്, പച്ചമാങ്ങയിൽ പുളിവ്, പായലിൽ കയ്പ്, പഴത്തിൽ ഇനിപ്പ്. ഇതുപോലെ നൈസർഗികം മർത്യബോധം, ഇതിൽ ഈശ്വരനില്ല കാര്യവിചാരം. ചാരുവാക്കിൻ്റെ നെഞ്ചൂക്ക് ചാർവാകൻ. വേശ്യയും പൂണൂലണിഞ്ഞ പുരോഹിത വേശ്യനും വേണ്ട സുരവേണ്ട, ദാസിമാരോടൊത്തു ദൈവീക സുരതവും വേണ്ട. പെണ്ണിനെ കൊണ്ട് മൃഗലിംഗം ഗ്രഹിപ്പിച്ചു പുണ്യം സ്കലിപ്പിക്കും ആഭാസമേധവും, അമ്മയെ കൊല്ലുന്ന ശൂരത്വവും വേണ്ട. ജീവികുലത്തെ മറന്നു ഹോമപ്പുകമാരി പെയ്യുമെന്നോർത്തിരിക്കും വിഡ്ഢി രാജാവു വേണ്ട. രാജർഷിയും വേണ്ട, ചെങ്കോൽ കറുപ്പിച്ച മിന്നൽ ചാർവാകൻ. അച്ഛനോടെന്തിത്ര ശത്രുത, മേലേക്കു രക്ഷപ്പെടുത്തുവാൻ മാർഗം ബലിയെങ്കിൽ. പാവം മൃഗത്തിനെ മാറ്റി പിതാവിനെ സ്നേഹപൂർവം ബലി നൽകാത്തതെന്തു നീ? തെറ്റാണു യജ്ഞം, അയിത്തം, പുല, വ്രതം, ഭസ്മം പുരട്ടൽ, ലക്ഷാർച്ചനാ സ്തോത്രങ്ങൾ. തെറ്റാണു ജ്യോത്സ്യപ്പുലമ്പലും തുള്ളലും, അർത്ഥമില്ലാത്തതീ ശ്രാദ്ധവും ഹോത്രവും. പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പാഴാക്കിടാതൊറ്റ മാത്രയും അത്രയ്ക്കു ധന്യമീ ജീവിതം. വേദന മുറ്റിത്തഴച്ചൊരീ വിസ്മയം, സ്നേഹിച്ചു സ്നേഹിച്ചു സാർത്ഥകമാക്കണം. പട്ടാങ്ങുണർത്തി നടന്നു ചാർവാകൻ. മറ്റൊരു സന്ധ്യ ചെങ്കണ്ണനാദിത്യനെ നെറ്റിയിൽ ചുംബിച്ചു യാത്രയാക്കിയിടുന്നു. ബുദ്ധിമാന്ദ്യത്താൽ പുരോഹിത കോടതി കൽപ്പിച്ചു കൊല്ലുകിധിക്കാരൂപിയെ. കൊന്നാൽ നശിക്കില്ല എന്നു മൺപുറ്റുകൾ, കണ്ടു പഠിക്കുകയെന്നു പൂജാരികൾ. ദുർവിധി ചൊല്ലി നദിയും ജനങ്ങളും, കൊല്ലരുതേ തേങ്ങി വിത്തും കലപ്പയും. സർപ്പവും സതിയും പരസ്പരം പുൽകുന്ന ക്രുദ്ധരാത്രി, അപ്പുറത്ത് ആന്ധ്യം മുകർന്ന സവർണനാമഗ്നിഹോത്രി. കെട്ടിവരിഞ്ഞിട്ടു തീയിൽ ദഹിപ്പിച്ചു ശുദ്ധരിൽ ശുദ്ധനെ നന്മപിതാവിനെ. തീനാമ്പകറ്റി ഒരു ഊർജപ്രവാഹമായി ലോകായതക്കാറ്റുടുത്തിറങ്ങിക്കൊണ്ട്, രക്തസാക്ഷിക്കില്ല മൃത്യുവെന്നെന്നിലേ ദുഃഖിതനോടു പറഞ്ഞു ചാർവാകൻ. രക്തസാക്ഷിക്കില്ല മൃത്യു എന്നെന്നിലെ ദുഃഖിതനോടു പറഞ്ഞു ചാർവാകൻ. തീർച്ചയായും കടമനിട്ട രാമകൃഷ്ണൻ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വരികൾ വിവർത്തനം ചെയ്യുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടുള്ള 4 വരികളുണ്ട്. മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ. അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിന് മുമ്പിലായി നമുക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ. തീർച്ചയായും ഒരുപാട് ദൂരം വിശ്രമമില്ലാതെ സഞ്ചാരം ആവശ്യം വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ അവിശ്രമ സഞ്ചാരത്തിന് എല്ലാവിധ ആശംസകളും തികഞ്ഞ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ആശംസിച്ചുകൊണ്ട് ഈ സെക്യുലർ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഇതിലുള്ള സന്തോഷം, അഭിമാനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.